മോഷണം തടയാൻ വാഹനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന വിദൂര നിയന്ത്രിത അലാറം അല്ലെങ്കിൽ താക്കോലുകൾ ജമ്മു കാശ്മീരിൽ ബോംബ് സ്ഫോടനത്തിനായി ഭീകരർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തൽ. പുൽവാമയിലെ ചാവേർ സ്ഫോടനത്തിലും ഈ സാധ്യത സംശയിക്കുന്നു. ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാദേശികമായി നിർമ്മിക്കുന്ന ബോംബുകൾ പൊട്ടിക്കാൻ വിദൂര നിയന്ത്രിത സംവിധാനം ഭീകരർ ഉപയോഗിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണെന്നും ജമ്മു കാശ്മീരിലെ ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനായി മൊബൈൽ ഫോൺ, വോക്കി ടോക്കി സെറ്റ്, ഇരുചക്ര, നാലുചക്ര വാഹനങ്ങൾ, മോഷണം തടയാൻ ഉപയോഗിക്കുന്ന വിദൂര നിയന്ത്രിത താക്കോലുകൾ തുടങ്ങിയവയാണ് ഭീകരർ ഉപയോഗിക്കുന്നത്. വിദൂര നിയന്ത്രണ സംവിധാനമോ സമയ നിയന്ത്രണ സംവിധാനമോ ഉപയോഗിച്ച് പൊട്ടിക്കാവുന്ന നാടൻ ബോംബാണ് IED. അമോണിയം നൈട്രേറ്റ് പോലുള്ള രാസവസ്തുക്കളും ഉപയോഗിച്ച് തദ്ദേശീയമായാണ് ഇവ ഉണ്ടാക്കുന്നത്. മുറിവേൽപ്പിക്കാൻ കഴിയുന്ന മൂർച്ചയേറിയ വസ്തുക്കൾ നിറച്ച് ഇവയുടെ പ്രഹരശേഷി കൂട്ടാനാകും. ഇവ വിപണിയിൽ സുലഭമാണ്. മാവോയിസ്റ്റുകൾ ഈ രീതി നേരത്തെ മുതൽ പ്രയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ IEDകൾ സ്ഥാപിച്ച ശേഷം ഇവ ഉപയോഗിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. വരും കാലങ്ങളിൽ ജമ്മു കാശ്മീരിലെ ഭീകരർ ഈ രീതി കൂടുതലായി സ്വീകരിക്കാൻ ഇടയുണ്ടെന്നും സുരക്ഷാ സേനകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. RDX തുടങ്ങിയ സ്ഫോടക വസ്തു കാറിൽ നിറച്ചാണ് പുൽവാമയിൽ ചാവേർ സ്ഫോടനം നടത്തിയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. RDX കൂടാതെ TNT, PEDN തുടങ്ങി സ്ഫോടക വസ്തുക്കളും കാശ്മീരിലെ ഭീകരർ IEDകളിൽ ഉപയോഗിക്കുന്നതായി തെളിഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. പുൽവാമയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മേജർ അടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. പുലർച്ചെ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഭീകരരുടെ ഒളിത്താവളം സൈന്യം വളഞ്ഞു. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരരെയാണ് സൈന്യം വളഞ്ഞിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് സൂചന. അതേസമയം പുൽവാമ ആക്രമണത്തിൽ ഇന്ത്യയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തി. അന്വേഷണങ്ങൾക്ക് മുമ്പേ ആരോപണം ഉന്നയിക്കുകയാണ് ഇന്ത്യ എന്നാണ് പാകിസ്ഥാന്റെ കുറ്റപ്പെടുത്തൽ. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ 2002 നിരോധിച്ചതായാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യയുമായി സൗഹൃദത്തിനാണ് പാകിസ്ഥാൻ താല്പര്യപ്പെടുന്നതെന്നും എന്നാൽ പാക് ശ്രമങ്ങളെ ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നുവെന്നും പാക് വിദേശകാര്യ വക്താവ് മുഹമ്മദ് ഫൈസൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.